സിജോ ഔട്ടാവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ത്രാസും ചാക്കും വെച്ചിട്ടുള്ള ആ ടാസ്ക് തന്നെയാണ്. ലാലേട്ടൻ കുറേ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈ പറയുന്ന സിജോ എവിക്റ്റ് ആവാൻ പോകുന്നതുകൊണ്ടായിരിക്കും. കാരണം വീട്ടുകാരെ ഫുള്ള് ഷോക്ക് ആവുമല്ലോ. സിജോ ഫുൾ ടൈം ഇങ്ങനെ പ്ലാനിങ് ഒക്കെ മാത്രം ചെയ്തുകൊണ്ട് നടന്നിട്ട് സിജോ ഔട്ടാകുമ്പോൾ വീട്ടുകാരെ ഫുള്ള് ഷോക്കാവും. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ നേരത്തെ മുൻകൂട്ടി പ്രവചനാതീതമാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊമോ വന്നിരിക്കുകയാണ്. എന്താണ് പ്രൊമോയ്ക്കകത്തുള്ളത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് കണ്ടസ്റ്റൻസിൻ്റെ പറയുകയാണ് പ്രൊമോയ്ക്കകത്ത്. നമുക്ക് കുറച്ച് കയ്പായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ എവിക്ഷൻ പ്രക്രിയ. എന്തായാലും ഒരാൾ എൻ്റെ അടുത്തോട്ടൊന്ന് വരും. ഇന്ന് ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് പ്രവചനാതീതം എന്നാണ് പറയുന്നത്. പ്രേക്ഷകരെങ്ങനെയാണ് ഈ ഗെയിമിനെ കാണുന്നതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ബിഗ് ബോസ് നിങ്ങളോട് സംസാരിക്കും. ഇത്രയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ എനിക്ക് സാധാരണ ലാലേട്ടൻ ഇത്രയ്ക്കൊന്നും പറയത്തില്ലല്ലോ. പ്രവചനാതീതമാണ്, പ്രേക്ഷകർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊന്നും പറയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ സംഭവം സിജോ എവിക്റ്റ് ആകുമ്പോൾ ഇവർ ഫുള്ള് ഷോക്കാണ്. അപ്പം നേരത്തെ കൂട്ടി തന്നെ ഒരു അൺപ്രഡിക്റ്റബിൾ വരുന്നുണ്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് ആയിട്ടായിരിക്കും ഈ പറയുന്ന സാധനം ലാലേട്ടൻ പറഞ്ഞത്. എന്നിട്ട് പിന്നീട് ബിഗ് ബോസ് ആണ് സംസാരിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു ടേബിളുണ്ട്. ടേബിളിൽ ഒരു ത്രാസും ഉണ്ട്. ഓൾറെഡി ജിൻഡോ ഇന്നത്തെ എപ്പിസോഡിൽ സേവായി, അർജുൻ സേവായി, അഭിഷേക് എവിക്ഷൻ ഫ്രീ ആണ്. ബാക്കിയുള്ളവർ ആരുടെയും കാര്യമൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, ആരുടെ ത്രാസാണോ ഉയർന്നിരിക്കുന്നത് ആ വ്യക്തി ഇന്ന് ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ത്രാസിനകത്ത് കുറച്ച് വെയിറ്റ് വയ്ക്കുമ്പം ഉയർന്നിരിക്കുന്നത് വെയിറ്റ് കുറവ് ആരാണോ അവർ ഔട്ടാവും. അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ജാസ്മിനും ഋഷിയാണ് ത്രാസിൻ്റെ അടുത്തോട്ട് വരുന്നത്. അവർക്ക് ഓരോ ചാക്ക് പോലത്തെ സംഭവമുണ്ട്, ഓരോ കവർ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ഓരോ സംഭവമുണ്ട്, ത്രാസുണ്ട്. അപ്പം ജാസ്മിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച ചാക്കുകളും ഋഷിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ചാക്കുകളും ഉണ്ട്. അപ്പം ഋഷി ഒരു ത്രാസിൽ വെക്കും, അപ്പുറത്തെ ത്രാസിൽ ആര് വെക്കും? ജാസ്മിൻ വെക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വെക്കുമ്പോഴത്തേക്കും ആരുടെ 3 ചാക്ക് വീതമുണ്ട്, ഓരോരുത്തർക്കും 3 ചാക്ക് എന്തോ ഉണ്ട്. അപ്പോൾ ഒരു ചാക്കിൻ്റെ മുകളിൽ അടുത്തത്, അതിൻ്റെ മുകളിൽ അടുത്തത്, ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ ആരുടേതാണോ താഴ്ന്നു പോകുന്നത് അത് വെയിറ്റ് കൂടുതലാണല്ലോ. വെയിറ്റ് കുറവുള്ളത് പൊങ്ങി വരും. നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ത്രാസൊന്നും ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ത്രാസിൽ വെയിറ്റ് കുറഞ്ഞത് ആരാണോ അവർ ഔട്ടാവും. അപ്പം ആദ്യം ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഋഷിയുടേത് താഴ്ന്നു നിൽക്കും, ജാസ്മിൻ്റെത് പൊങ്ങി നിൽക്കും. അപ്പം ഋഷി എന്താവും? സേവ് ആവും. ഋഷി സേവ് ആയിട്ട് ജാസ്മിൻ്റെ നമ്മളെ നിർത്തിയിട്ട് തന്നെ സിജോടത് കൊണ്ട് അതിനകത്ത് വെക്കാൻ പറയും. സിജോടത് വെക്കാൻ പറയുമ്പോൾ ഇത് ഇങ്ങനെയാവും. അതായത് സിജോടത് പൊങ്ങിപ്പോവും, ജാസ്മിൻ്റെ താഴെ വന്ന് തട്ടുമ്പോൾ വെയിറ്റ് കൂടുതൽ ജാസ്മിനാവും. അപ്പോൾ ജാസ്മിൻ സേവ് ആവും. പിന്നെ ശ്രീതു മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീതുവിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാൻ പറയും. അപ്പോൾ ശ്രീതു 2 കൊണ്ട് വെക്കും. അപ്പോൾ സിജോയുടെ ഒരെണ്ണം മറിഞ്ഞു വീഴും. അപ്പം തന്നെ ശ്രീതുവിൻ്റെ എങ്ങനെയായിരിക്കും? സിജോ 2 വെക്കുമ്പോൾ തന്നെ ശ്രീതുവിൻ്റെ മൊത്തം താന്നങ്ങിരിക്കും. 3ാമത്തെ ഒരെണ്ണം കൂടെ എടുത്ത് വെക്കുമ്പോൾ വീണ്ടും നല്ലപോലെ താന്നങ്ങ് തന്നെ ഇരിക്കും ശ്രീതുവിൻ്റെ. അപ്പം സിജോടത് പൊങ്ങിയിരിക്കും, സിജോ എവിക്റ്റഡ്. അങ്ങനെയാണ് സംഭവം ആവുന്നത്. പക്ഷേ പ്രൊമോയ്ക്കകത്ത് ഈ സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. കുറച്ച് സംഭവങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ എവിക്റ്റ് ആവുന്നത് ഇങ്ങനെയാണ്. ജാസ്മിൻ ഋഷി ആദ്യം, അതിനകത്തുനിന്ന് ഋഷി സേവ് ആവും. പിന്നെ ജാസ്മിൻ സിജോ, അതിനകത്തുനിന്ന് ജാസ്മിൻ സേവ് ആവും. പിന്നെ സിജോ ശ്രീതു, അതിൽ നിന്ന് ശ്രീതു സേവ് ആവും, സിജോ ഔട്ടാണ്. ഇങ്ങനെയാണ് ഈ പറയുന്ന പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ വിഷ്വൽസ്. ഇനി നാളത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി അർദ്ധരാത്രി വീഡിയോ ഇടാൻ വയ്യ. രാവിലെ നേരം വെളുത്തിട്ട് ഞാൻ വന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നാളെ വീട്ടിനകത്ത് നടക്കാൻ പോകുന്ന ടാസ്കുകളും അവിടെ ലാലേട്ടൻ ക്വസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.